വരുന്ന സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രക്ചർ എന്താണ് സ്ട്രക്ചർ എന്നുള്ളത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ സ്ട്രക്ട് എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുക. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്റ്റിന് നമ്മൾ കൊടുക്കാൻ, അതായത് നമ്മൾ ഏത് ഡാറ്റ ടൈപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ഒരു പേര്. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡാറ്റ ടൈപ്പിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഈ 3 ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ് ആണ് എന്റെ ഈ പുതിയ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള പേഴ്സണിലുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്തു. അതിന് ക്രിയേറ്റ് ചെയ്യണം എന്താണ് സ്ട്രക്ട് എന്നുള്ള കീവേഡ്, പിന്നെ ഡാറ്റ ടൈപ്പിന് ഇത്, പിന്നെ ഈ 3 ഇതിനെ പറയുന്ന പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ മെമ്പർ എന്നാണ് പറയാം, മെമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നെയിം ഏജ് 3 മെമ്പേഴ്സ് ഉണ്ടാക്കി ഞാൻ 3 ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആണ്. എന്നിട്ട് പേഴ്സൺ എന്നുള്ളത്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ആയിരിക്കും സെമിക്കോളൻ യൂസ് ചെയ്യുമ്പോൾ. അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്താണ്, ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഡിക്ലെയർ ചെയ്ത്, അതായത് പേഴ്സൺ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഇത് സ്മോൾ പി ആട്ടോ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഇതിലുണ്ടാക്കാം. അപ്പൊ ഇതിന് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ വേറൊരു ഡാറ്റ ടൈപ്പ് കെ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി, പി കെ. അപ്പൊ പി കെ എന്നുള്ളതാണ് ഈ വാരിയബിൾ നെയിം. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഈ രീതിയിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇനി എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ വാല്യൂസ് ഇതാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എന്താ, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇങ്ങനെ എഴുതാം, സ്ട്രക്ട് പേഴ്സൺ കെ എന്നുള്ള രീതിയിൽ ഇവിടെ എഴുതാം. ഓക്കെ, പി കെ എന്നുള്ള രീതിയിൽ ഇവിടെ എഴുതാം. ഇതാണ് 2 മെത്തേഡ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് സ്ട്രക്ചർ. ഓക്കെ, ഈ ഔട്ട്സൈഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക? ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് സ്ട്രക്ചറിന്റെ കഴിഞ്ഞ ഉടനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത്? ഒരു നെയിം എന്നുള്ളത് നമ്മൾ കൊടുത്തു, അതിനുള്ളത് കൊടുത്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ഏജ് എന്നുള്ള എന്താണ്, ഒരു ഹൈറ്റ് എന്നുള്ളതിന് എന്താ 5.8 എന്നും കൊടുത്തു. ഓക്കെ, നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കാം. പേഴ്സൺ. ഓക്കെ, പേഴ്സൺ എന്നല്ല നമ്മൾ എന്താണ് പി കെ ആണ് കൊടുത്തുള്ളത്. ഓക്കെ, സോറി, നെയിം മാറ്റിയത് ഞാൻ. അപ്പൊ എന്തായി, നമ്മൾ പി കെ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എന്തായി, വാല്യൂസ് ഒക്കെ പ്രിന്റ്. ഈ ഡോട്ട് ഓപ്പറേറ്റർ എന്നുള്ളത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പർട്ടിക്കുലർ വാല്യൂസ് വേരിയബിൾ ആക്സസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഹൈറ്റ് എന്നുള്ള ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പേരാണ് നമ്മൾ കൊടുത്തുള്ളത്, പി കെ. അപ്പൊ പി കെ എന്നുള്ളത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇത് പി കെ എന്നുണ്ട്, പി കെ ഡോട്ട് നെയിം. ഓക്കെ, പി കെ ഡോട്ട് നെയിം, പി കെ ഡോട്ട് ഏജ്, പി കെ ഡോട്ട് ഹൈറ്റ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി എന്ന് പറഞ്ഞാൽ എന്തായി, ഞാനിപ്പോ ഇതാ പി കെ എന്നുള്ളത് മാത്രം എഴുതി. ഇനി ഇവിടെ നമുക്ക് പറ്റുമോ, ഇതാ പി കെ ഈക്വൽ ടു ഹരി. ഇങ്ങനെ എഴുതുന്നുണ്ടാവുക, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഓക്കെ, ഇനി ഇതപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ എഴുതേണ്ടി വരും. അതെങ്ങനെയാണ്, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ ഡോട്ട് എന്നിട്ടാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല, അവിടെ തന്നെ ഇനീഷ്യലൈസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ ഡോട്ട് ഏജ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഓക്കെ, പി കെ ഡോട്ട് ഹൈറ്റ് ഈക്വൽ ടു 7 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി പ്രിന്റ് ചെയ്ത് എന്താ ഉണ്ടാവുക, ഇപ്പൊ നെയിം നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് നെയിം പ്രിന്റ് ചെയ്തില്ല. ഓക്കെ, ഇനി നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാൻ പറ്റിയ, ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ആവും, നോക്കി നോക്കാം. പി കെ ഡോട്ട് നെയിം.
നെയിം ഈക്വൽ ടു ഹരി എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ആവും. പ്രിന്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യാനുള്ള ഇത് കുറവാണ്. ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. സ്ട്രിങ് സ്റ്റോർ ആവുന്നില്ല. അപ്പൊ ഇത് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ കോപ്പി ചെയ്യുന്നില്ല. അപ്പൊ അതിനുള്ള മെമ്മറി ഇല്ല എന്നാണ്. അപ്പൊ നമ്മളിപ്പോ കോപ്പി ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ STRCPY യൂസ് ചെയ്യണം. സ്ട്രിങ് കോപ്പി എന്നുള്ളതാണ്. ഓക്കെ, അതിന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അറയുടെ പേര്. ഓക്കെ, അറ ഇനി എന്താണ് കോപ്പി ചെയ്യേണ്ടത് അത് സ്ട്രിങ് കോപ്പി എന്നാണ് ഇതിനെ പറയണത്. ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ പേരും കോപ്പി ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒരു രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ പഠിച്ചു, പിന്നെ ആക്സസ് ചെയ്യാനുള്ള മെത്തേഡ് പഠിച്ചു, ഡോട്ട് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസ് ചെയ്യാൻ പഠിച്ചു. അതെന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ചത്. ഇനീഷ്യലൈസിങ് യൂസിങ് അസൈൻമെന്റ് ഓപ്പറേറ്റർ പഠിച്ചു, ഇനീഷ്യലൈസേഷൻ യൂസിങ് ഇനീഷ്യലൈസർ ലിസ്റ്റ് മനസ്സിലാക്കി. ഇനി എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ യൂസിങ് ഡിസൈനഡ് ഇനീഷ്യലൈസർ ലിസ്റ്റ്. പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ഇനീഷ്യലൈസർ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഓരോ മെമ്പർ ഇതാ സ്ട്രക്ചർ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എഴുതാൻ നോക്കിയിട്ട് പറ്റുക ഇല്ല. ഇതിപ്പോ എങ്ങനെ എഴുതി ഓരോ മെമ്പറിന്റെ ഡോട്ട് എന്നിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചർ മെമ്പർ ദ നെയിം സ്ട്രിങ്. ഓക്കെ ഓക്കെ, PK എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് കളയണം. PK എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അപ്പൊ നമുക്ക് വേരിയബിൾ എഴുതണമെങ്കിൽ എന്തായിരിക്കും, സ്ട്രക്ട് ക്യാപിറ്റൽ പേഴ്സൺ അല്ല, പേഴ്സൺ PK ഈക്വൽ ടു എന്താണ്, ഡോട്ട് നെയിം എന്താണ് വേരിയബിൾ വരിക, ഡോട്ട് നെയിം ഈക്വൽ ടു ഫസ്റ്റ് ഇത് വാല്യൂ നെയിം ഈക്വൽ ടു കുമാർ, പിന്നെ ഡോട്ട് ഏജ് ഈക്വൽ ടു 10, ഡോട്ട് ഹൈറ്റ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള ഇനീഷ്യലൈസേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാം. സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള അറേ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.